SFIO പിണറായിയെ ഒലത്തും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് CMRL, കരിമണൽ കർത്ത, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, എക്സാലോജിക്ക്, SFIO എന്നൊക്കെ കേൾക്കുമ്പോൾ, മാത്യു കുഴൽനാടന്റെ പത്രസമ്മേളനം എന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നൊരു പ്രതീതി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ പേരുകൾ കേൾക്കുമ്പോൾ മലയാളികൾക്ക് ചൊറിഞ്ഞു കയറി വരും. കാരണം ഈ വിഷയത്തിൽ ഒരു മലരും ഇവിടെ സംഭവിക്കത്തില്ല എന്ന് ഇവിടെ വാർക്കപ്പണിക്ക് പോകുന്ന ഭായിമാരോട് ചോദിച്ചാൽ പോലും അവർ പറയും. കാരണം ഇതിൽ നേരിട്ട് ചില്ലറ തടയാത്തത് ഒരു പക്ഷേ മാത്യു കുഴൽനാടന് മാത്രമായിരിക്കും. ബാക്കി സർവേ കല്ലിൽ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞ് കുത്തിയിരിക്കുന്ന ഈർക്കിലി പാർട്ടിക്കാരന്മാർക്ക് വരെ ലക്ഷങ്ങൾ കൊള്ളക്കാരൻ കർത്തയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയിട്ടുണ്ട്. കരിമണൽ ഖനനവും കയറ്റുമതിയും ഇപ്പോഴും നിർബാധം തുടരുകയും ചെയ്യുന്നുണ്ട്. കരിമണൽ കമ്പനിയായ CMRL 184 കോടി രൂപ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ പലർക്കായി വീതിച്ച് നൽകിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവരുമുള്ളതായി സംശയിക്കുന്നുണ്ടെന്നും ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും SFIO അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വിഷയം വീണ്ടും വാർത്ത ആയിരിക്കുന്നത്. കർത്തയുടെ കറുത്ത ഡയറിയിൽ പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും പേരുണ്ടായിരുന്നുവെന്ന് മറക്കരുത്. അവരാരും മകളുടെ പേരിൽ ഷെൽ കമ്പനി ഉണ്ടാക്കി അതിൽ ഇട്ടില്ല എന്നതുകൊണ്ട് മാത്രം പിടിക്കപ്പെട്ടില്ല. VD സതീശൻ പറഞ്ഞ വാക്കുകളാണ് ഇവിടെ പ്രസക്തം. ഞങ്ങളുടെ വീട്ടിലെ തേങ്ങ ഇട്ട കാശ് കൊണ്ടുവന്ന് ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ പറ്റുമോ എന്ന് വലിയൊരു ചോദ്യമല്ലേ അദ്ദേഹം ചോദിച്ചത്. ട്രോളി വിവാദമൊക്കെ പോട്ടെ, ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് ഓരോ മണ്ഡലത്തിലും കുറഞ്ഞത് 100 കോടിയിൽ പരം രൂപ വീതം ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇതേതെങ്കിലും നേതാക്കളുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നതാണോ? അല്ല. കരിമണൽ കള്ളന്മാർ, ക്വാറി മുതലാളിമാർ, അബ്കാരികൾ, വേശ്യാലയം നടത്തിപ്പുകാർ, ബ്ലേഡ് മുതലാളിമാർ, ആത്മീയ വ്യഭിചാരികൾ തുടങ്ങിയവരിൽ നിന്നും സംഭാവന എന്ന ഓമനപ്പേരിൽ മേടിച്ച പണം വെച്ചാണ് ഈ കളികളെല്ലാം കളിച്ചത്. അപ്പോൾ ചെറിയൊരു മണ്ടത്തരം കാണിച്ച, ചെറിയൊരു കയ്യബ്ദം പറ്റിയ പിണറായിയെ മാത്രം ക്രൂശിക്കുന്നത് ശരിയാണോ? അല്ല, അല്ല. കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി ഇപ്പോൾ കേരളത്തിൽ സുരേന്ദ്രനെയും സംഘത്തെക്കായാലും BJP കേന്ദ്ര നേതൃത്വത്തിന് വിശ്വാസം ഇപ്പോൾ പിണറായി വിജയനെയാണ്. അതുകൊണ്ട് ED, SFIO ഒന്നും പിണറായി വിജയന്റെ ക്ലിപ്പ് ഹൗസിന്റെ വഴിക്ക് പോലും പോകില്ല എന്ന് ചുരുക്കം. പിന്നെ വലിയ വാർത്തയൊന്നുമില്ലാത്ത ഗ്യാപ്പ് നോക്കി നമുക്കിതുപോലെ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്നത് പോലെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സംഭവിച്ചു എന്നൊക്കെ. അതിൻ്റെ ഫാക്ച്വൽ ബേസ്, അത് ആധികാരികമായ തെളിവുകളാണ് എന്ന് കോടതി മുമ്പാകെ വരുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കാരണം ആദ്യം ഈ മാസപ്പടി വിഷയം നിയമസഭയിലും പൊതുസമൂഹത്തിനു മുമ്പിലും ഉന്നയിച്ചപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് പിണറായി വിജയന്റെ മകളുടെ കമ്പനിയെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയത്. ഇത് 2 കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് എന്നും ഇതിൽ അനധികൃതമായി ഒന്നുമില്ല എന്നും ഇത് അനാവശ്യമായ വേട്ടയാടലാണ് എന്നും പറഞ്ഞ് വീണാ വിജയന്റെ കമ്പനിക്കും പിണറായിയുടെ കുടുംബത്തിനും പരിചയ തീർക്കാൻ ശ്രമിച്ചത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റായിരുന്നു. സ്വാഭാവികമായിട്ടും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് അതീവ ഗൗരവമുള്ള കാര്യങ്ങൾ കോടതി മുമ്പാകെ വന്ന പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ച് ഇപ്പോഴും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അഭിപ്രായം ഇത് തന്നെയാണോ എന്നറിയാൻ താല്പര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്നലത്തെ SFIOയുടെ അഭിഭാഷകന്റെ സബ്മിഷനിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഒരു സേവനവും നൽകാതെ എക്സാലോജിക് എന്ന് പറയുന്ന കടലാസ് കമ്പനിക്ക് CMRL പണം നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാനാണ് എന്ന് പറയുണ്ടായി. ഇതിനു മുമ്പ് ഇന്ററിം സെറ്റിൽമെന്റ് റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ PV എന്ന പരാമർശവും PV എന്നാൽ പിണറായി വിജയനാണ് എന്നും പറഞ്ഞ് ആ കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിച്ചപ്പോൾ ഒരു വട്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നു നിന്ന് യാതൊരു ഉളുപ്പും മാനവും ഇല്ലാതെ നാഴികയ്ക്ക് 40 വട്ടം, ഇപ്പൊ അദ്ദേഹം അധികം പറയുന്നില്ല, ഈ കൈകൾ ശുദ്ധമാണ് എന്ന് കൈമലർത്തി പറയുന്ന പിണറായി വിജയൻ പറഞ്ഞു, PV ആരൊക്കെ ആകാം, ആ PV ഞാനല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. ഞാൻ അതിന് മറുപടിയായി പത്രസമ്മേളനം നടത്തി പറഞ്ഞിരുന്നു, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ പരാമർശിച്ചിരിക്കുന്ന PV പിണറായി വിജയനല്ല എന്ന് തെളിയിച്ചാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു.
പക്ഷെ അതിന് മറുപടി പറയാനോ പിന്നീട് അതിനെ റെസ്പോണ്ട് ചെയ്യാനോ പിണറായി വിജയനോ CPM തയ്യാറായിട്ടില്ല. അവരത് അവിടെ വിട്ടു. ഇപ്പോ ഡൽഹി ഹൈക്കോടതിയിൽ SFIയുടെ അഭിഭാഷകൻ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെ വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കമ്പനിക്ക് കോടാനുകോടി രൂപ നൽകിയത് ഒരു രാഷ്ട്രീയ നേതാവിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതാരാണ് എന്ന് പറയാനുള്ള ബാധ്യത, കാരണം കേരളത്തിലാണ് പേയ്മെന്റ് നടന്നത്, കേരളത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്, അത് പറയാനുള്ള ബാധ്യത പിണറായി വിജയനോ അല്ലെങ്കിൽ CPMനോ ഉണ്ട്. വീണ വിജയൻ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം അവർ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടും ഇതുവരെ അവര് വാ തുറന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡില് CMRL എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ വീണ വിജയൻ വാങ്ങിയത് കൂടാതെ പിണറായി വിജയനും വാങ്ങിയെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം അടിവരയിടുന്ന സ്റ്റേറ്റ്മെന്റാണ് SFIയുടെ അഭിഭാഷകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ അഴിമതിക്കാരനും കരിമണൽ കമ്പനിയിൽ നിന്നും കോടാനുകോടി രൂപ കൈക്കൂലി വാങ്ങിയ വ്യക്തിയുമാണ് എന്ന് ഇതിനേക്കാളും ആധികാരികമായി ഇനി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചുണ്ട്. ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ പറയും, കേരളത്തിലെ ആളുകളെ സംബന്ധിച്ച് ഇന്ന് ഈ കഴിഞ്ഞ കുറെ കാലമായി 8 വർഷത്തെ പിണറായി വിജയന്റെ ഭരണത്തിൽ ഉടലെടുത്ത അഴിമതികൾ, നിരവധിയായ അഴിമതികൾ വെളിച്ചത്ത് കൊണ്ടുവരികയും അതിനെതിരെ അന്വേഷണം നടത്തേണ്ട അന്വേഷണ ഏജൻസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുകയും ആ പരാതി നൽകിയതിനു ശേഷം അതിന്റെ പേരിൽ നടപടികൾ ആരംഭിച്ചു എന്ന് പറയുകയും ആ നടപടികൾ മുന്നോട്ട് പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഇതുവരെ കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ എവിടെയും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മരംകൊള്ള ചാനൽ മുതലാളി എന്തോ ഈ വാർത്ത കണ്ടില്ല, കൊടുത്തില്ല. ഒറിജിനൽ മുതലാളിക്ക് ഈ വാർത്ത കൊടുത്താൽ കൊള്ളും എന്ന് പറയാൻ പറഞ്ഞു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.